അസ്സലാമലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. AMH എന്നാൽ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ. ഇതിൻ്റെ അളവ് നിങ്ങളിലെ ഗർഭധാരണത്തിന് വേണ്ടിയുള്ള അണ്ഡാശയ റിസർവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഗർഭം ആവാൻ വേണ്ടി നിങ്ങളിൽ വേണ്ട അണ്ടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്. ഓവറിയിലെ ഈ കരുതൽ അണ്ടങ്ങൾ അല്ലെങ്കിൽ മുട്ടകൾ വളർച്ച പ്രാപിച്ച് പുറത്തു വന്നാണ് പുരുഷ ബീജവുമായി ചേർന്നുകൊണ്ട് ബീജസങ്കലനം നടക്കുകയും ഭ്രൂണം ആയി മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അണ്ഡാശയത്തിലെ ഈ കുഞ്ഞു കുഞ്ഞു മുട്ടകളെ പരമാവധി ശ്രദ്ധിക്കേണ്ടത് ഗർഭധാരണം നടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓവറിയിലെ മുട്ടകൾ കുറയും തോറും അത് വന്ധ്യതയിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. ഈ അണ്ടങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായി കാണുമല്ലോ. ശരിയായ പോഷകങ്ങളുള്ള ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, കൊഴുപ്പുകളും മറ്റ് ജങ്ക് ഫുഡുകൾ, കോളകൾ എന്നിവയൊക്കെ ഒഴിവാക്കുക ഇതിൻ്റെ ഭാഗമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഫോളിക് ആസിഡ്, വിറ്റാമിനുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കുറവുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടതുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഒരു ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും സ്വീകരിക്കാവുന്നതാണ്. വിവാഹം കഴിഞ്ഞ് ദമ്പതികൾ ഒരുമിച്ച് 1 വർഷമെങ്കിലും കൂടെ കഴിഞ്ഞിട്ട് ഗർഭധാരണത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിലാണ് ഈ വഴിയിലേക്ക് തിരിയേണ്ടത്. നിങ്ങളുടെ ഭാരം, രക്തസമ്മർദ്ദം എന്നിവ കൃത്യമാണോ എന്നറിയുന്നതിന്, ഗർഭധാരണത്തെ ബാധിക്കുന്ന തൈറോയിഡ് പോലുള്ള മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് ഒക്കെ ഇത് നല്ലതാണ്. കൂടാതെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം, ഓവുലേഷൻ കൃത്യമായി നടക്കുന്നുണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ അണ്ടം റിസർവ് എത്രത്തോളം ഉണ്ട്, ഇനി AMH അളവ് കൂടി PCOD ഉണ്ടോ, ഇതൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം തേടുക എന്നത് പ്രധാനമാണ്. അൾട്രാസൗണ്ട് സ്കാൻ വഴി അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം, ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഡോക്ടറോട് കൃത്യമായി വ്യക്തമായി പറയണം. ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് കഠിനമായ വേദന അല്ലെങ്കിൽ ബ്ലീഡിങ് എല്ലാം ഉണ്ടാകും. ഇതൊക്കെ എൻഡോമെട്രിയോസിസ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഗർഭധാരണം നടക്കാതിരിക്കുന്നതിനും കാരണമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശവും സേവനവും തേടി പ്രശ്നങ്ങൾക്ക് വേണ്ട ചികിത്സകളും ചെയ്യണം. വയസ്സ് കൂടുന്തോറും അണ്ടങ്ങൾ അല്ലെങ്കിൽ ഓവറിയിലെ മുട്ടകളുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ നിലക്ക് തന്നെ ഓരോ മാസവും ആർത്തവവും ഓവുലേഷനും എല്ലാം നടക്കുമ്പോൾ അതുവഴി അണ്ടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പകരം ആ സ്ഥാനത്തേക്ക് പുതിയത് ഉണ്ടാവുന്നില്ല. ആർത്തവ വിരാമം എടുക്കുന്നതോടെ അണ്ടങ്ങളുടെ സൂക്ഷിപ്പ് തന്നെ ഇല്ലാതെയായി വരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സമയം ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമാണ് കൃത്യമായി നടക്കുന്ന ആർത്തവം. ആർത്തവം കൃത്യമായി നിങ്ങളിൽ നടക്കുന്നു എങ്കിൽ ഗർഭധാരണ സാധ്യത നിങ്ങളിൽ കൂടുതലാണ്. ഹോർമോൺ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ കുറവുമാകും. കൃത്യമായി ആർത്തവം ഉണ്ടായിട്ടും ഗർഭം നടക്കുന്നില്ല എങ്കിൽ പിന്നെ ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ് ഇംപ്ലാന്റേഷൻ പോലുള്ള വിഷയങ്ങളിലോ അല്ലെങ്കിൽ പുരുഷനുമായി ബന്ധപ്പെട്ട ബീജശേഷി, കൗണ്ട് കുറവ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലെ തകരാറുകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാവും ഗർഭധാരണം നടക്കാതിരിക്കുന്നത്. ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എത്ര ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും ഒന്നും ആവുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആർത്തവ പ്രശ്നങ്ങൾ തീർക്കാൻ മുൻഗണന കൊടുക്കണം. അതിനുവേണ്ടി ചികിത്സ വേണ്ടിവരും. അമിത ഭാരമുണ്ടെങ്കിൽ കുറയ്ക്കേണ്ടി വരും. ടെൻഷന്, സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും. ഭക്ഷണകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഗർഭധാരണത്തിന് തടസ്സമായി അണ്ഡാശയത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. അണ്ടങ്ങൾ വളരാൻ കഴിയാതെ മുരടിച്ച് കുമിളകളായി അഥവാ സിസ്റ്റായി ഓവറിയിൽ തന്നെ നിറയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഓരോ മാസവും വളർച്ച പ്രാപിച്ച് പുറത്തു വരേണ്ട അണ്ടങ്ങൾ അതൊക്കെ പൂർണ്ണ വളർച്ച കിട്ടാതെ അവിടെ തന്നെ കുമിളകളായി അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് കിടന്നാൽ മറ്റ് അണ്ടം റിസർവിനെ കൂടി ഇത് ബാധിക്കുന്നു. ഈ പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ഭാഗമായി ആർത്തവ ക്രമക്കേടുണ്ടാകുന്നു, ഓവുലേഷൻ നടക്കാതെയാവുകയും ചെയ്യുന്നു. PCOSന് പ്രത്യേക ചികിത്സ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതിലൂടെയാണ്. PCOD പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് ഡോക്ടർ അധികവും നിർദ്ദേശിക്കുന്ന ഒരു മരുന്നാണ് മെറ്റഫോർമിൻ. ഇത് PCOS ലക്ഷണങ്ങളെ ചികിത്സിക്കുകയും ഗർഭധാരണത്തിന് സാധ്യത കൂട്ടുകയും
കൂട്ടുകയുമാണ് ചെയ്യുക. കൃത്യമായ ജീവിതശൈലി സ്വീകരിച്ചു PCOSൽ നിന്നും മുക്തമാവുക എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. PCODയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുറേ വീഡിയോകൾ പറഞ്ഞതിനാൽ ഇപ്പോൾ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. PCOD ഉള്ളവർ ആ വീഡിയോകൾ കൂടി കാണുക. പറഞ്ഞു വന്ന വിഷയം അണ്ടങ്ങളുടെ കരുതൽ, ഓവറി റിസർവിനെ കുറിച്ചാണ്. ഇത് ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിന് അണ്ടങ്ങളുടെ ആരോഗ്യത്തിന് ഭക്ഷണത്തിലെ പോഷകങ്ങൾ പ്രധാനമാണ്. വിറ്റാമിൻ A അടങ്ങിയ ഭക്ഷണങ്ങൾ, ക്യാരറ്റ്, പാല്, മുട്ട എന്നിവയൊക്കെ വിറ്റാമിൻ A അടങ്ങിയ ഭക്ഷണങ്ങളാണ്. മറ്റൊന്നാണ് വിറ്റാമിൻ D. വിറ്റാമിൻ ഡിയുടെ പ്രാധാന്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഭ്രൂണ വളർച്ചയ്ക്കുമെല്ലാം വേണ്ട ഒന്നാണ് വിറ്റാമിൻ ഡി. ഓവറിയിലെ AMH ലെവൽ സന്തുലിതമായി നിലനിർത്താനും വിറ്റാമിൻ ഡി നിർബന്ധമാണ്. മറ്റൊരു ഘടകമാണ് ഒമേഗ ഫാറ്റി ആസിഡുകൾ. നിങ്ങളുടെ അണ്ടാശയങ്ങളെ ആരോഗ്യത്തോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനും ഓവുലേഷൻ കൃത്യമാക്കാനും ഒമേഗ ഫാറ്റി ആസിഡുകൾ സഹായിക്കും. ഫ്ലക്സ് സീഡ്, വാൾനട്ട്, സോയാബീന്, മത്തി, അയല ഇവയിലൊക്കെ ഒമേഗ ഫാറ്റി ആസിഡുകളുണ്ട്. അണ്ടങ്ങളുടെ വളർച്ചയ്ക്കും ഓവുലേഷൻ നടക്കുന്നതിനും ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കുന്ന മരുന്നാണ് ക്ലോമിഫിൻ സിട്രേറ്റ് ഗുളികകൾ. രക്തപരിശോധനയിൽ FSH, LH ഹോർമോണുകൾ കുറവാണെങ്കിൽ ഇതുമൂലം അണ്ടോൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഓവുലേഷൻ നടക്കുകയും ഗർഭധാരണം നടക്കുകയും ചെയ്യുന്നു. ചിലർക്ക് ഗോണഡോട്രോപ്പിൻ ഇഞ്ചക്ഷനും ഇതിനായി എടുക്കുന്നു. ഇതിൽ ഏതു മരുന്നാണ് നൽകേണ്ടത് എന്നൊക്കെ നിങ്ങളുടെ ശാരീരിക അവസ്ഥ മനസ്സിലാക്കി ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്ന ഒരു മരുന്നും സപ്ലിമെന്റും ഒന്നും ആരും നേരിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി കഴിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു മരുന്നും കഴിക്കരുത്. ഓവറി റിസർവിന് അണ്ടങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ശരീരഭാരം കുറക്കുക എന്നുള്ളത്. കൃത്യമായ വ്യായാമം ചെയ്തുകൊണ്ട് നമ്മുടെ ഉയരത്തിന് അനുപാതികമായി ഭാരം ക്രമപ്പെടുത്തി കൊണ്ടുവരിക എന്നത് നിർബന്ധമാണ്. അതേപോലെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ പരമാവധി എന്നല്ല പൂർണ്ണമായും ഒഴിവാക്കുക. ചോറ്, പഞ്ചസാര, ബേക്കറി പലഹാരങ്ങൾ, എണ്ണയിൽ പൊരിച്ചത് എന്നിവയൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സും പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ. നിങ്ങളിലെ ഗർഭധാരണ സാധ്യത എളുപ്പം വർദ്ധിക്കും. കൃത്യമായി വ്യായാമം, പ്രത്യേകിച്ചും അരമണിക്കൂർ നടക്കുക, ടെൻഷന്, സ്ട്രെസ് ഒഴിവാക്കുക, പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ഫെർട്ടിലിറ്റി മസാജുകൾ ചെയ്യുക. കൂടെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്താൽ നിങ്ങളിലെ അണ്ടങ്ങൾ സൂപ്പറായിട്ടുണ്ടാകും, ആരോഗ്യമുണ്ടാവുകയും അണ്ട വളർച്ച കൂടുകയും ചെയ്യും. കൃത്യമായ ഓവുലേഷനും നടക്കും, ഗർഭിണിയാവാനും കഴിയും. കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ നിങ്ങൾ റെഡി ആവണം എന്ന് മാത്രം. അതേപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും ഒന്ന് കെയർ ചെയ്യണം. പലരും ഈ കാര്യത്തിൽ മടിയന്മാരാണ്. മടിയൊന്നുമല്ല, ഓരോ തിരക്കുകൾ കൊണ്ട് ഇക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് മാത്രം. അവരെയും ഒന്ന് ഉഷാറാക്കിയെടുക്കണം. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.